ജീവൻ ബുദ്ധിമാനാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഒരു കാര്യം തന്റെ വരുതിയിലാക്കിയെടുക്കാൻ ഒരു പ്രത്യേക മിടുക്കുണ്ട് അയാൾക്ക്. പക്ഷേ ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് പാടത്ത് സംഭവിച്ച കാര്യം. അതെങ്ങനെ വിപിൻ ഈ രഘു സാറിനെ ജീവൻ കൂടെ കൂട്ടിക്കൊണ്ടുവന്നത്? എനിക്കറിയില്ല. അവരുടെ ഫാമിലി റിലേഷൻസിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. സുജാത ആന്റിയും അങ്ങേരും തമ്മിലെ വല്ലാത്തൊരിഷ്ടോ. ഇപ്പോഴും അവരൊന്നിച്ചുള്ള ജീവിതം ചെറുപ്പക്കാരെ പോലും കൊതിപ്പിക്കുന്നതാ. എന്നിട്ടും അങ്ങേരങ്ങനെ പെരുമാറുകയെന്ന് പറഞ്ഞ നോ ഐഡിയ. ആരെ വിളിച്ചറിയാൻ പറ്റും? സ്വാമിയെ വിളിക്കാം. അമ്മേ, അച്ഛനെ വിളിച്ചില്ലേ? ഇല്ല. ഒന്നും വിളിച്ചു നോക്കാറുന്നില്ലേ? പോയത് രഘുവേട്ടനല്ലേ, വിളിക്കട്ടെ. അമ്മേ, അച്ഛൻ വൈകുന്നതുകൊണ്ട് അമ്മ വെറുതെ ഓരോന്ന്. ശരവണൻ നമ്മളോട് പറഞ്ഞതൊക്കെ സത്യമാണോ മോളെ? നീ വിശ്വസിക്കുന്നുണ്ടോ അതൊക്കെ? അങ്ങനെ ചോദിച്ചാ ഇല്ല. അവൻ പറഞ്ഞതും മുഴുവനും കള്ളോ? അവനെ ആരോ പഠിപ്പിച്ചു വിട്ട കള്ളം. എന്റെ മുൻപിൽ പോലും അവൻ കള്ളം പറയുന്നുണ്ടെങ്കിൽ അത് രഘുവേട്ടൻ അവനെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കും അല്ലേ? അച്ഛൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ശരവണ്ണൻ എന്തിനാ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നേ? ഈ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ഉത്തരമില്ലല്ലോ അമ്മേ. രഘുവേട്ടൻ ജീവന്റെ കൂടെ കയറിപ്പോയതിന് നമുക്ക് ഉത്തരവില്ല. കൂടെ നിൽക്കുന്നവർ ചതിക്കുന്നത് എനിക്കിപ്പോ ശീലമായിട്ടുണ്ട്. ആദ്യം ജീവൻ, അത് കഴിഞ്ഞ് തള്ളി പറയാൻ ജ്യോതി. ഇനി രഘുവേട്ടൻ കൂടി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അമ്മേ, ഒരു ദിവസം പെട്ടെന്ന് ഉത്തര എന്നൊരു പെൺകുട്ടി എന്റെയും ഹരിയുടെയും ജീവിതത്തിലേക്ക് കയറി വന്നപ്പോ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഹരി ചെറിയ ചെറിയ കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് എന്നെ വല്ലാതെ ടെൻഷനാക്കി. അപ്പോ ഞാൻ വന്നതും നിന്നതും കരഞ്ഞതുമെല്ലാം അമ്മയുടെ മുന്നില്. അമ്മ എന്നെ ആശ്വസിപ്പിച്ച വാക്കുകള് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ എന്റെ പ്രശ്നം തന്നെയാ അമ്മയ്ക്ക്. അച്ഛൻ ചെയ്ത ഒരു കാര്യം അമ്മയ്ക്ക് പിടുത്തം കിട്ടുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഷെയർ ചെയ്യുന്ന രണ്ടുപേർക്കിടയില് അങ്ങനൊരു രഹസ്യം വരാൻ പാടില്ലാത്തതാ. അച്ഛൻ വരുമ്പോ മനസ്സിൽ തോന്നിയ വിഷമം അമ്മ ഇങ്ങ് തുറന്നു പറഞ്ഞാ മതി. അച്ഛൻ അതിന് പരിഹാരം കണ്ടോളും. ഇല്ല മോളെ, മനസ്സിൽ ചില തോന്നലുകൾ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും അങ്ങ് പോവില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ പേടിച്ച പല കാര്യങ്ങളും പിന്നീട് സത്യമായി എന്റെ മുൻപിൽ വന്നിട്ടുണ്ട്. ഏട്ടാ, ഏട്ടനെ ആർക്കും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല മോളെ. അത് സാരമില്ല. എന്താ മനുവിന്റെ പ്രശ്നം? അവൻ എന്താ പറയുന്നത്? നീ കാര്യം എന്താണെന്ന് പറ മോളെ. ഞാൻ അന്വേഷിച്ചായിരുന്നു. അല്പം കുഴപ്പമാണെന്നൊക്കെ അറിഞ്ഞത്. മനു തെറ്റൊന്നും ചെയ്തിട്ടില്ല. കൂടെ നിൽക്കുന്ന ഓഫീസർമാര് ചതിച്ചതാ. മനുവിന് നല്ല ടെൻഷനും ഉണ്ട്. മോളെ, ഉദ്യോഗസ്ഥരൊരാളെ കൊടുക്കണമെന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ പിടിച്ചേക്കാൻ പറ്റില്ല. എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. അവൻ എന്താ പറഞ്ഞത്? മനുവിന്റെ ജോലിക്ക് പ്രശ്നമൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഇക്കാര്യം തെളിയണം, അല്ലെങ്കിൽ ക്രമക്കേട് തോന്നുന്ന തുക അവിടെ കെട്ടിവെക്കണം. അതാ സൊല്യൂഷനായിട്ട് പറഞ്ഞത്.
ഞാൻ മനുവിനെ കണ്ടെത്തി വീണ്ടും നിന്റെ മുന്നിൽ കൊണ്ടുവന്നത്. ഞാൻ മുൻകൈ എടുത്ത് നിങ്ങളുടെ വിവാഹം നടത്തിയത് നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അതെല്ലാം പോട്ടെ, ബാധ്യത അടച്ചു തീർക്കാൻ എത്ര പണമാണ് വേണ്ടതെന്ന് നീ മനുവിനോട് ചോദിക്കുക. അത് ഞാൻ തരാം. അയ്യോ ഏട്ടാ, അതൊന്നും വേണ്ട. മോളെ നിനക്ക് വേണ്ടിയല്ല, ഏട്ടൻ മനസ്സറിഞ്ഞു തരുന്നത്. എന്നാലും അതൊന്നും മനുവിന് ഇഷ്ടാവില്ല. ജ്യോതി, കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നേരിടാൻ നീ അവനോട് പറയണം. അഭിമാനബോധവും പറഞ്ഞുകൊണ്ടിരുന്നാലേ സമൂഹത്തിൽ അവൻ അപമാനിക്കപ്പെടും. സബ് കളക്ടർ എന്ന പദവിയിലിരിക്കെ കള്ളൻ എന്ന പദം ചാർത്തി കിട്ടിയാലുണ്ടല്ലോ, അത് ആഘോഷിക്കാൻ ഇവിടെ കുറെ പേരുണ്ടാവും. പിന്നെ പുറത്തിറങ്ങാൻ പോലും പറ്റാതെ മുറി അടച്ച് അതിനകത്ത് ഇരിക്കേണ്ടി വരും. അതാ നല്ലത്. മോളെ, ഞാൻ തരുന്ന പണം ഒരു ബാധ്യതയായിട്ടൊന്നും നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ നന്മയ്ക്കായി ഏട്ടൻ തരുന്ന പോലെ കരുതിയാൽ മതി. നീ ഒരു കാര്യം ചെയ്യ്, അവനോടൊന്ന് സംസാരിക്കേ. സംസാരിക്കുന്ന കൂട്ടത്തില് അമ്മയോട് അഭിപ്രായം ചോദിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ തമ്മിൽ ചോദിച്ചാൽ മതി. അമ്മ അറിഞ്ഞാൽ ചിലപ്പോൾ എതിർക്കും. അമ്മയ്ക്ക് ചില നിലപാടൊക്കെ ഉണ്ടല്ലോ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചിലരുണ്ട്, അല്ലാത്തവരോടൊക്കെ അമ്മയ്ക്ക് ദേഷ്യമല്ലേ. ആ, നീ എന്തായാലും ആലോചിച്ചിട്ട് എന്നോട് പറ കേട്ടോ.